ഇത് പസിങ്കൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റാണ്. പസിങ്കൽ കൊട്ടറി എണ്ണപ്പാടങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ കല്ലിന്റെ മരതക പാടങ്ങൾ വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണെന്ന് പറയുന്നത്. മലയാളം ഓൾസോ ദുർലഭം. ഇതിൽ നിന്നൊക്കെയാണ് സ്റ്റോണുകൾ ഇവർ ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഇവർ കോരിയിട്ട് ആ കളികളെ വാഷ് ചെയ്യുക. വലിയൊരു പണിയാണ്. ശരിക്കും പഴയ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വന്നത് ജംസിൻ്റെ, അതായത് സ്റ്റോണ് കല്ലുകൾ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് ശ്രീലങ്കയിലെ. അത് കാണാനാണ് വന്നത്. പക്ഷെ ഇവിടെ ന്യൂ ഇയറിൻ്റെ ലീവും പ്ലസ് ചില ആൾക്കാർ ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, സ്വകാര്യമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല ഉള്ളിലേക്ക് കയറാൻ. കൂടാതെ വർക്കേഴ്സ് ഇല്ലതാണ്, ലീവായതുകൊണ്ട് ഇനി കയറേണ്ടത്. ഇപ്രാവശ്യം അത് എടുക്കാൻ കഴിയും തോന്നുന്നില്ല. ഇത് വലുതായിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ അതേപോലത്തെ മണ്ണും കാര്യങ്ങളാണ്. ഇത് വയലുകൾ കണ്ടില്ലേ. ഇതിൽ വയലുകളിൽ ചരളുള്ള ഭാഗം, വയലുകളിൽ നമുക്ക് ചരളുണ്ടെങ്കിൽ ആ ചരളിലാണ് ഇത് സ്റ്റോൺ ഉണ്ടാവുന്നത്. ഇവർ മാന്തി എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പല ഷേപ്പിലുള്ളത് കിട്ടും, വലുപ്പമുള്ളതും ചെറുതുമായിട്ടുള്ള. ഇപ്പം നമ്മൾ ഇപ്പം കാണുന്നത് ഒരു ടീം ചെയ്യുന്നതാണത്. അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവരവിടെ സമ്മതിക്കുമെന്ന് അറിയില്ല. ശരിക്കും നമ്മളവിടുത്തെ വയൽ പോലെ തന്നെ, മലഞ്ചെരുവിലുള്ള വയൽ. അപ്പം ഈ പ്രോസസ്സ് എന്താ നമ്മളെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ അത് വലിയൊരു ബിസിനസ്സാണ്. ഇവിടെ നിന്ന് ഇതെടുത്ത് സ്റ്റോൺ എടുക്കും, ഇതിനെ സെക്ഷനാക്കി തിരിച്ച് വേറെ ആൾക്കാരെടുത്ത് അതിൽ വാല്യൂ ഉള്ളത്, ഭയങ്കര വാല്യൂ ഉള്ളതും കിട്ടും, അല്ലാത്തതും കിട്ടും, നോർമൽ സംഗതികളും കിട്ടും. അപ്പം നമുക്ക് അവിടെയൊക്കെ പറ്റുമോ എന്ന് അറിയില്ല. ശ്രമം നടത്തി നോക്കാം, അങ്ങോട്ട് കിടക്കാൻ പറ്റും. ഇവർക്കൊക്കെ നായുമുണ്ട് കൂടെ, എല്ലാത്തിനും എടുക്കുന്ന ഒരു കുഴിയാണത്. ഈ കറുത്ത പായ് കെട്ടിയതിൻ്റെ ഉള്ളിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ മാന്തി ഇട്ടതാണ് സംഭവം. അവിടെ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പുറമൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഈ ഏരിയ അതിൻ്റെ ഒരു ഏരിയ. ഇത് വളരെ സ്വകാര്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവരാരെയും എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഹായ് ബ്രദർ, what's your name? Nalin. Thank you. Iko. Okay, hi. ഇന്ന് ലീവും കൂടിയാണ് ഇവിടെ. ഇതെല്ലാം ഇവർ എടുക്കുന്ന സിസ്റ്റത്തിൻ്റെ കുഴികളാണിത്. അതിനു അവിടെ ഭയങ്കര കുഴിയാണിതിൽ. ഈ കുഴിയിൽ നിന്നാണ് ഇവർ മാന്തി എടുക്കുന്നത്. അതിൽ ചരളുകളാണ് ആ കാണുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ കല്ലുകൾ കിട്ടുക. ഇത് കോരിയെടുക്കുക ചെയ്താണ് അതിൻ്റെ അടിയിലുള്ളത്. നമുക്കവിടെ പോയി ചരളുകളൊക്കെ ഉള്ളത് പോലെ ഈ സാധനമാണ് ഇവർക്ക് കിട്ടുക. ഇവർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെതാണിത്. ഇവിടെ മോട്ടറൊക്കെ അയക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈ കാണുന്ന കുഴി വളരെ ഭയങ്കര വലിയ കുഴിയായിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇവർ ഈ ചരലിന് വേണ്ടിയിട്ട് പോവുക, എന്നിട്ട് എടുത്ത് കൊണ്ടുവരിക. ഇതുപോലുള്ള ചരലുകളാണ് ഇവർ വളരെ താഴത്ത് ഇതേപോലെ കുഴി കുഴിച്ചിട്ട് പോയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ ചരലുകളിൽ നിന്നിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ ഇതിന് മൂടിക്കിടക്കുന്ന ചളി പോലത്തെ സാധനം പോയിട്ട് ചിലത് സ്റ്റോണുകളായിട്ട് കാണിക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ സ്റ്റോണിൻ്റെ കിട്ടുന്നത്. പിന്നെ ഇതിന് പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ അൺസൈസിലുള്ള സ്റ്റോണുകൾ അതിൽ നിന്ന് കിട്ടും. ഭയങ്കര വിലയുള്ള പല ടൈപ്പുകളും കിട്ടും. പിന്നെ വില കുറഞ്ഞതും നോർമലി ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലത്തെ കല്ലുകളും കാര്യങ്ങളൊക്കെ. സോമി മീമി. ഇത് പസിങ്കൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റാണ്. പസിങ്കൽ കൊട്ടറി. ഇതാണ് ആ സാധനം. ഇത് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ഇനി കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മൾ വാങ്ങിക്കുന്ന നല്ല വിലയിലേക്കുള്ള സാധനമാക്കിയിട്ട് എടുക്കും.
ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഇനി അതിൻ്റെ പ്രോസസ്സ് കൂടി പോയിട്ട് നമുക്ക് മനസ്സിലാക്കണം. വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണെന്ന് പറയുന്നത്. മലയാളം ഓൾസോ ദുർലഭം. മലയാളം ഓൾസോ ദുർലഭം. സെയിം മീനിങ്. ശ്രീലങ്ക Yeah, Durlabam. Yes. Yeah, this Kerala speak also Durlabam. Same language. Yes. Yeah, I understand. അപ്പോൾ ഇത് വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന സാധനമാണെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് വേഗം മനസ്സിലായി ദുർലഭം എന്ന് എന്താണ്. പശിങ്കൽ. നമ്മൾ പാടത്തിലേക്ക് പോവാണ്. ഇവരിവിടെ പെർമിഷനൊന്നും തരുന്നില്ല, പൈസ ഒക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക അതല്ലാത്ത രീതിയിൽ എങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല. ഇതിൽ നിന്നൊക്കെയാണ് സ്റ്റോണുകൾ ഇവർ ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഇതിനെന്തോ പ്രോസസ് സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ വാഷ് ചെയ്യുന്നതായിരിക്കും ഇതുണ്ടാവുക. പിന്നെ ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ആഴമുള്ള സ്ഥലമാണ്. ഇതിലേക്ക് വരുതാ ഈ കാല് കണ്ടില്ല, കാലിൽ കൂടി ഇറങ്ങുക ചെയ്യുക. വെള്ളം വറ്റിച്ചിട്ട് മോട്ടറിൽ വെള്ളം വറ്റിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് കോരി കൊണ്ടുവന്നിട്ട് ഇതിടും. അതെടുത്തിട്ട് ഈ കൊട്ടയിലാക്കി അരിച്ചിട്ട് ഇതേപോലെ വെള്ളം അടിച്ചിട്ട് ഇതിൽ നിന്ന് വളരെ ക്ഷമയോടുകൂടി ചെയ്തിട്ട് നേടേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് ലീവായതുകൊണ്ട് ശരിക്കും അറിയാൻ കഴിഞ്ഞില്ല. അവർ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇവർ കോരിയിട്ട് ആ ചളികളെ വാഷ് ചെയ്യുക. ഈ വാഷിങ്ങിൽ വെള്ളം ചളി ഇങ്ങനെ അതിൽ പോയി ഇത് മെയിനായിട്ട് ചരലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ചരലുകളുള്ള ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നവർക്ക് ക്ഷമ വേണ്ടി വരും തോന്നുന്നു. ചെയ്തെടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇത് സത്യത്തിൽ നമ്മളവിടെ ഇതിനെപ്പറ്റി നോളേജ് ഇല്ല, നമുക്കിതിനെപ്പറ്റി അറിവില്ല. ഇവർക്ക് അറിയുന്നതുകൊണ്ട് ഇവരതിനെ നോക്കും, അതിലേക്ക് തന്നെ തള്ളും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതുപോലത്തെ സാധനങ്ങൾ കിട്ടുക. അതേപോലെ വളരെ ദുർലഭമായിട്ടുള്ളതും ജനറൽ ആയിട്ടുള്ള. അപ്പം നമ്മൾ ആ പ്രോസസ്സ് ഒന്ന് ശരിക്കും കാണുകയാണ്. ആ കോരുന്ന ചളി അത് ഇവർ കോരി മേലോട്ടിട്ടത് എടുത്തിട്ട് ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ട് ഈ കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വാഷ് ചെയ്യും. അതെടുത്ത് നോക്കുമ്പോൾ സമയത്ത് അവർക്ക് കൈ കിട്ടുമ്പോൾ അവർക്കറിയാം അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ നല്ലത് കിട്ടുമ്പോൾ അവർ അത് അതിലേക്ക് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ പ്രോസസ്സ് മനസ്സിലാവുന്നത്. നായിനൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ പരിപാടി. നമ്മൾ പ്രോസസ്സിൽ ഇതുവരെ ഇവർക്ക് ഒന്നും കിട്ടിയതായിട്ട് കാണുന്നില്ല. അവർ തപ്പിങ്ങനെ നോക്കണം. 2-3 ആൾക്കാരൊന്ന് കോരിയിട്ട് കൊടുക്കും, ഒരാൾ 2 ആൾക്കാർ ഇരുന്നിട്ട് അവിടെ ഇട്ടിട്ട് ഇത് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഒരുവിധം ഓക്കെ ആയ സാധനങ്ങൾ ഇവരെ എടുത്ത് മാറ്റി വെച്ചേക്കും. ഇതാണ് ഇതിൻ്റെ മറക്കലിൽ അവർക്ക് ഗ്ലേസിങ് ഉള്ളത് കാണും. ആ സമയത്ത് അതിനെടുക്കും. ഈ മൺകൂട്ടങ്ങളാണ് ഒന്നിച്ചിട്ട് ഇടുന്നത്. ഇത് ചരലുള്ള ചളി. അതുകൊണ്ട് നമ്മളെ വയലുകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചരലുള്ള ചളി ഉണ്ടാവില്ല. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മുതൽ ഇത്ര ഏരിയ വരെ ഇവർക്ക് ഈ ചരലുണ്ടാവും എന്നുള്ളത് ഇവർക്ക് അറിയാം. അത്രയും ഏരിയ വരെ കുഴിച്ച് മണ്ണെടുക്കും വരും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നതിനെടുത്തിട്ട് ബാക്കി മണ്ണിനെ തിരിച്ച് അതിനെ മണ്ണിട്ട് മൂടും. വലിയൊരു പണിയാണ്. ശരിക്കും പഴയ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് മുതലേ ജീവിതമാർഗത്തിനുള്ളിൽ ഇതിൽ എപ്പോഴെങ്കിലും ഒന്ന് നല്ല സ്റ്റോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. ഇപ്പം നോർമലി ചെറിയ ഏതെങ്കിലുമൊക്കെ സ്റ്റോൺ കിട്ടി അതിൽ നിന്നും ജീവിതമാർഗം കഴിഞ്ഞു പോകുമായിരിക്കാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലും പണ്ട് കാലങ്ങളിൽ രാജാക്ക ഭരണ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിരുന്ന കുറേ കമ്പനികളുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ശരിക്കും വലിയ വലിയ കമ്പനികളുണ്ട്. അവിടെ ഒന്നും നമുക്ക് ചെല്ലാൻ കഴിയില്ല. ഒക്കെ സ്വകാര്യമായിട്ടുള്ള പ്രോസസ്സാണ്. അതിൽ നിന്നും ജോലിയൊക്കെ എടുത്ത ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും കാര്യങ്ങളിലും ചെറിയ തോതിൽ ചെയ്യുന്ന ഒരു കുടിൽ വ്യവസായം പോലെ ഒരു സിസ്റ്റമാണ് തൊഴിൽ. ഈ പ്രോസസ്സ് പോലെ വലിയ കമ്പനിക്ക് 1000ഓളം ആൾക്കാർ പല രീതിയിലും മറച്ചിട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓരോരോ കമ്പനീൻ്റെ ബ്രാൻഡുകളൊക്കെ കിട്ടുന്നത്. അപ്പം ഇത് നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ
ഈ രത്നപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രീതിയിലുള്ള ചരലുള്ളത് കൊണ്ട് ഇവിടെ ഇത് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള ഇവരെ ഒരു തൊഴിലാണിത്. ഇപ്പോൾ ചരല് ഇവർ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്റ്റോണുകളായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. ശരിക്കും ഇതിൻ്റെ ഉപയോഗം തന്നെ പഠിക്കണം. ഒരു ഭയങ്കര സംഭവമാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന സാധനം. പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. Okay, no problem. അപ്പം നമ്മൾ ഒരു ട്രൈ ചെയ്തു. ഇതിൽ ഇവർക്ക് ഒരു 2-3 കിട്ടി. അതിൻ്റെ ഇത് കാണിക്കുന്നതാണ്. ബാക്കി കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ ലീവാണ്. അപ്പോൾ ആ കാരണത്താൽ എനിക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു കുടിൽ വ്യവസായമായി ഈ നാട്ടിൽ മൊത്തം ആൾക്കാർ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഈ കല്ലുകളുടെ മരതക കല്ലുകളുടെ വഴികൾ തേടി അതിൻ്റെ രീതികൾ കണ്ട് മനസ്സിലാക്കി ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട ജീവിതമാർഗം കൂടിയാണ്. എണ്ണപ്പാടങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ കല്ലിൻ്റെ മരതക പാടങ്ങൾ, ശ്രീലങ്കയിലെ മരതക പാടങ്ങളാണിത് മൊത്തം. ഇതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ ഫുള്ള് കല്ലുകൾ കിടക്കുന്നു.